നമുക്കെല്ലാം അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, മറ്റൊന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മറ്റൊന്ന് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ മൂന്ന് സൂറത്തുകളും 5 നേര നിസ്കാരത്തിന്റെയും ശേഷം ഓരോ തവണ നമ്മൾ ചൊല്ലിയിരിക്കണം. അനിവാര്യമായും നമ്മൾ ആരും മുടങ്ങാതെ അത് നിർവഹിക്കേണ്ടതാണ്. 5 നേര നിസ്കാരത്തിന്റെ ശേഷവും ഈ 3 സൂറത്തുകളും ഓരോ തവണ നമ്മൾ നിർവഹിക്കണം. അതിന്റെ പുറമെ പ്രഭാത ദിക്റുകൾ എന്ന നിലക്കും പ്രദോഷ ദിക്റുകൾ എന്ന നിലക്കും ഈ 3 സൂറത്തുകളും 3 തവണ വീതം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. 5 നേര നിസ്കാരത്തിൽ സുബഹിക്ക് ശേഷമാണെങ്കിലും മഗ്രിബിക്ക് ശേഷമാണെങ്കിലും ഒക്കെ ഓരോ തവണ നിസ്കാരത്തിന്റെ ശേഷം എന്ന നിലക്കുള്ള സൂറത്ത് എന്ന നിലക്ക് നമ്മൾ ഇത് നിർവഹിക്കണം. അതിന്റെയൊക്കെ പുറമെ രാവിലെയുള്ള ദിക്റ്, വൈകുന്നേരമുള്ള ദിക്റ് എന്ന നിലയ്ക്ക് ഈ 5 നേര നിസ്കാരങ്ങളുടെ പിറകെ ചൊല്ലുന്നതിന്റെ പുറമെ 3 തവണ ഈ 3 സൂറത്തുകളും ചൊല്ലാൻ നമ്മൾ മറക്കരുത്. ഞാനിത് വ്യക്തമായി വേർതിരിച്ചു പറയുന്നത് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ സൂറത്തുൽ ഇഖ്ലാസും അഅ്വദതൈനിയും അഥവാ ഖുൽ ഹുവല്ലയും അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഒക്കെ നിസ്കാരങ്ങളുടെ പിറകെ ഓരോ തവണ ചൊല്ലണമെന്നും എന്നാൽ ഫജ്റിന്റെയും മഗ്രിബിന്റെയും ശേഷം ചൊല്ലുമ്പോൾ 3 തവണ ചൊല്ലണമെന്നും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ ധാരണ ശരിയല്ല. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഓരോ തവണ തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ പിന്നെ 3 തവണ നമ്മൾ ചൊല്ലണം എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് പ്രഭാത ദിക്റിന്റെ കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ, അതുപോലെ വൈകുന്നേര ദിക്റിന്റെ കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ. പ്രഭാത ദിക്റുകൾ ചൊല്ലേണ്ടത് എപ്പോഴാണ്? സുബഹി കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ ഇടക്കുള്ള സമയത്താണ് പ്രഭാത ദിക്റുകളുടെ ഉത്തമമായ സമയം. ഇനി ഒരാൾക്ക് എന്തെങ്കിലും സംഗതിവശാൽ സാധിച്ചില്ലെങ്കിൽ സൂര്യോദയത്തിന്റെ ശേഷവും നിർവഹിക്കാം. വൈകുന്നേര ദിക്റുകളോ അസർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഇടയ്ക്ക് മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള അസ്തമനത്തോടടുക്കുന്ന സമയമായാൽ ഏറ്റവും നല്ലത്. ഇനി ഒരാൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ മഗ്രിബ് നമസ്കാര ശേഷവും അയാൾക്കത് ചൊല്ലി തീർക്കാവുന്നതാണ്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഈ 3 അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പാലിക്കുമ്പോഴോ നിനക്ക് അത് മതി എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ദുന്യവിയായും ഉഖറവിയായും ഉണ്ടാകാവുന്ന അപകടങ്ങളില്ലെന്ന്, പ്രയാസങ്ങളില്ലെന്ന്, പരീക്ഷണങ്ങളില്ലെന്ന്, ആ നിലക്കൊക്കെ കാവലാണ് ഈ 3 സൂറത്തുകളും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിന് ആ മെസ്സേജ് പകർന്നു കൊടുക്കണം. അത് ചൊല്ലി എന്ന് ഉറപ്പുവരുത്തണം. ഭാര്യാഭർത്താക്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. മാതാപിതാക്കളും മക്കളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വീടാവണം. അങ്ങനെയൊക്കെ ആ നിലക്കുള്ള ദിക്റുകളോടുള്ള ഒരു സ്നേഹമുള്ള ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് നല്ല നിലക്ക് മരിക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.